നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PV അൻവർ MLAയുടെ പാലക്കാട് അലനല്ലൂരിലെ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം. നാട്ടുകാരിൽ ചിലർ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ് ആക്രമിച്ചത് അൻവറിന്റെ പ്രതികരണം തേടുന്നതിനിടെ. ആക്രമണത്തിനു പിന്നിൽ തന്റെ അനുഭാവികളല്ലെന്ന് PV അൻവർ. ചിലർ ബോധപൂർവം പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്ന സംഘാടകരായ വ്യാപാരികൾ. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. അക്രമത്തെ അപലപിച്ച് KUWJ. തൃശൂരിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് തൃശൂർ തിരുവല്ല സ്വദേശികൾ. കേസിലെ 1-ാം പ്രതി തിരുവല്ല, ചങ്ങനാശ്ശേരി, ചേർത്തല സ്റ്റേഷനുകളിലായി 22 കേസുകളിലെ പ്രതിയെന്ന് പോലീസ്. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. കുന്നംകുളത്ത് കൂലി ചോദിച്ചതിന് ഹോട്ടൽ ഉടമ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി. ഹെൽമറ്റ് കൊണ്ടുൾപ്പെടെയുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മർദ്ദനമേറ്റത് കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന കഫേ അങ്ങാടി ഹോട്ടലിലെ 2 ജീവനക്കാർക്ക്. ട്രെയിനുകളിലൂടെയുള്ള കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നു. വലവിരിച്ച് ഷൊർണൂർ റെയിൽവേ പോലീസ്. ഒരാഴ്ചക്കിടെ പിടിച്ചെടുത്തത് 50 കിലോയിലധികം കഞ്ചാവ്. കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെടുന്നത് പോലീസിന് തലവേദന. അമ്പലപ്പാറ പഞ്ചായത്തിലെ ചുനങ്ങാട് വാണി വിലാസിനിയിൽ 500 ലിറ്റർ വാഷ് തോട്ടുവക്കത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. പട്ടാമ്പിയിൽ പുതിയ മുനിസിപ്പൽ ഓഫീസ് കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത് 10 കോടി രൂപ ചിലവിൽ. കെട്ടിടത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. PV അൻവർ MLAയുടെ പാലക്കാട് അലനല്ലൂരിലെ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം. അൻവറിന്റെ പ്രതികരണം തേടുന്നതിനിടെയാണ് നാട്ടുകാരിൽ ചിലർ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ് ആക്രമിച്ചത്. തന്റെ അനുഭാവികളല്ല അക്രമത്തിനു പിന്നിലെന്ന് അൻവറും ചിലർ ബോധപൂർവം പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് സംഘാടകരായ വ്യാപാരികളും പറഞ്ഞു. VVS അലനല്ലൂർ യൂണിറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ബമ്പർ നറുക്കെടുപ്പിനായി അലനല്ലൂരിലെത്തിയതായിരുന്നു PV അൻവർ. കോട്ടയത്ത് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് അൻവറിനോട് പ്രതികരണം തേടുന്നതിനിടയിലാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുള്ള ആക്രമണം. PV അൻവർ സംസാരിച്ച് നടക്കുന്നതിനിടെ റോഡരികിൽ നിന്നയാൾ മാധ്യമപ്രവർത്തകരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചവിട്ടുകയായിരുന്നു. 4 മാധ്യമപ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത്. ഇതിനിടയിൽ നാട്ടുകാരിൽ ചിലർ ആക്രമണം നടത്തിയവർക്കെതിരെ തിരിഞ്ഞു. MLA വാഹനത്തിൽ കയറി പരിപാടി സ്ഥലത്ത് നിന്ന് മടങ്ങുകയും ചെയ്തു. പോലീസും സംഘാടകരും ഇടപെട്ടാണ് ആക്രമണം നടത്തിയവരെ പിന്തിരിപ്പിച്ചത്. PV അൻവറിന്റെ പ്രതികരണം ഇവിടെ നിന്നും തേടേണ്ടതില്ല എന്ന് മർദ്ദിച്ചയാൾ ആക്രോശിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പരിശോധിച്ച് ആക്രമണം നടത്തിയവർ ആരാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയാണെന്ന് നാട്ടുകൽ പോലീസ് അറിയിച്ചു. തന്റെ അനുഭാവികളാരും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കില്ലെന്ന് PV അൻവറും ആക്രമണം നടത്തിയതുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് വ്യാപാരി വ്യവസായി ഭാരവാഹികളും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അലനല്ലൂരിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. തൊഴിലിടങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങളെ അപലപിക്കുന്നതായി യൂണിയൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്ന് KUWJ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അലനല്ലൂരിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അലനല്ലൂർ സ്വദേശികളായ മജീദ്, അൻവർ എന്നിവരെയാണ് നാട്ടുകൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരും CPIM പ്രവർത്തകരാണ്. ഡെസ്കിൽ നിന്നൊരു വാർത്ത. പൈങ്കുളം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ചങ്ങനാശ്ശേരി അഞ്ചമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള ജസ്റ്റിൻ മാത്യു. മൃതദേഹം കണ്ടെത്തിയത് പൈങ്കുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിന് സമീപം ഭാരതപ്പുഴയിൽ. ഷൊർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും സ്കൂബ ടീമും ചെറുതുരുത്തി SI നിഖിലിന്റെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെ പൈങ്കുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിന് സമീപം ഭാരതപ്പുഴയിൽ ജസ്റ്റിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ജസ്റ്റിൻ ഒഴുക്കിൽപ്പെട്ട കടവിന് സമീപത്ത് നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ ബന്ധുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് ജസ്റ്റിൻ ഒഴുക്കിൽപ്പെടുന്നത്. തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ ഷാഹിദിന്റെ നേതൃത്വത്തിലുള്ള സ്കൂബ സംഘവും ചെറുതുരുത്തി പോലീസിന്റെയും മുങ്ങൽ വിദഗ്ധൻ നിഷാദിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ
ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും വെളിച്ചക്കുറവ് മൂലം രാത്രി 8:30-ഓടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഷൊർണൂർ അഗ്നിരക്ഷാ സേനയുടെയും എറണാകുളത്തു നിന്നെത്തിയ സ്കൂബ ഡൈവേഴ്സിന്റെയും നേതൃത്വത്തിൽ ഞായറാഴ്ച വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചു. ഒരു ദിവസം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിലെ സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യപ്രതിയടക്കം 5 പേർ പോലീസ് പിടിയിൽ. ഇക്കഴിഞ്ഞ 25-ന് ദേശീയപാതയിലെ പീച്ചി കല്ലിടുക്കിൽ വെച്ച് സ്വർണ്ണ വ്യാപാരിയെ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് 5 പേരെ അറസ്റ്റ് ചെയ്തത്. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. സ്വർണ്ണ കവർച്ച കേസിൽ 2 പത്തനംതിട്ട സ്വദേശികളും 3 തൃശൂർ സ്വദേശികളുമാണ് മണ്ണുത്തി, പീച്ചി, വിയ്യൂർ, ഒല്ലൂർ പോലീസ് അന്വേഷണ സംഘവും സാഗോക് സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. 29 വയസ്സുള്ള പത്തനംതിട്ട തിരുവല്ല സ്വദേശി റോഷൻ വർഗീസ്, 23 വയസ്സുള്ള തിരുവല്ല സ്വദേശി ഷിജോ വർഗീസ്, തൃശൂർ എസ്എൻപുരം സ്വദേശി 26 വയസ്സുള്ള സിദ്ദിഖ്, തൃശൂർ നെല്ലായി സ്വദേശി 24 വയസ്സുള്ള നിശാന്ത്, കയ്പമംഗലം സ്വദേശി 36 വയസ്സുള്ള നിഖിൽനാഥ് എന്നിവരാണ് പിടിയിലായത്. സിദ്ദിഖ്, നിശാന്ത്, നിഖിൽനാഥ് എന്നിവരെ കുതിരാനിൽ നിന്നാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മറ്റ് പ്രതികൾക്കായി തിരച്ചിൽ നടത്തിയതിൽ തിരുവല്ലയിൽ നിന്നാണ് ഷിജോ വർഗീസ്, റോഷൻ വർഗീസ് എന്നിവരെ പിടികൂടിയത്. പ്രതികൾ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യാജ നമ്പർ പ്ലേറ്റ് അന്വേഷണത്തിൽ വെല്ലുവിളിയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. സ്ക്വാഡിനും പോലീസുകാർക്കും കിട്ടിയ രഹസ്യ വിവരമാണ് പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത്. പ്രതികൾ ഉപയോഗിച്ച 2 വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട്. കവർച്ചയുടെ പ്രധാന സൂത്രധാരൻ റോഷൻ വർഗീസാണെന്നും കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. 1-ാം പ്രതിക്ക് തിരുവല്ല, ചങ്ങനാശ്ശേരി, ചേർത്തല എന്നീ സ്റ്റേഷനുകളിലായി 22 കേസുകളും 2-ാം പ്രതിക്ക് തിരുവല്ല, കോട്ടയം, ഗാന്ധിനഗർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 9 കേസുകളും 3-ാം പ്രതിക്ക് മതിലകം, കൊടുങ്ങല്ലൂർ, മൂവാറ്റുപുഴ എന്നീ സ്റ്റേഷനുകളിലായി 8 കേസുകളും 4-ാം പ്രതിക്ക് കൊണ്ടോട്ടി സ്റ്റേഷനിൽ 1 കേസും 5-ാം പ്രതിക്ക് മതിലകം, കാട്ടൂർ, കൊടുങ്ങല്ലൂർ എന്നീ സ്റ്റേഷനുകളിലായി 12 കേസുകളും നിലവിലുള്ളതായി അന്വേഷണത്തിൽ അറിവായിട്ടുണ്ട്. പ്രതികൾ പുത്തൂരിൽ കൊണ്ടുപോയി ഇറക്കിയ പോട്ട സ്വദേശിയായ വ്യക്തി ഒല്ലൂർ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. തുടർന്നുള്ള വിശദമായ അന്വേഷണത്തിൽ ടോൾ പ്ലാസകൾ പരിശോധിച്ചും വിവിധ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും അന്വേഷണം നടത്തി. പിന്നീട് പ്രതികൾ ഉപേക്ഷിച്ച കാർ നടത്തറയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ IPSന്റെ നിർദ്ദേശപ്രകാരം ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുധീരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇക്കഴിഞ്ഞ 25-നാണ് ദേശീയപാതയിൽ പീച്ചി കല്ലിടുക്കെന്ന സ്ഥലത്ത് വെച്ച് കോയമ്പത്തൂരിൽ നിന്ന് പണികഴിപ്പിച്ച 2.5 കിലോ സ്വർണവുമായി വാഹനത്തിൽ മടങ്ങി വന്നിരുന്ന 2 പേരെ കല്ലിടുക്കിൽ വെച്ച് 3 വാഹനങ്ങളിൽ വന്ന് തടഞ്ഞു നിർത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് പ്രതികൾ സ്വർണം കവർന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുൻചക്രം ഊരിത്തെറിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ അകമല ശാസ്താ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് തലയ്ക്ക് സാരമായ പരിക്കേറ്റു. രാവിലെ 6:15 അപകടം. തൃശൂർ നഗരത്തിലോടുന്ന സൗത്ത് കൊണ്ടാഴി സ്വദേശി കൊട്ടത്ത് വീട്ടിൽ 55 വയസ്സുള്ള ബാബുവിന്റെ ഓട്ടോറിക്ഷയാണ് രാവിലെ 6:15 അപകടത്തിൽപ്പെട്ടത്. മുൻവശത്തെ ചക്രം ഊരിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ അകമല ശാസ്താ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ബാബുവിന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊണ്ടാഴിയിൽ നിന്ന് തൃശൂരിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻഭാഗവും ക്ഷേത്രത്തിന്റെ സുരക്ഷാവേലിയും ഭാഗികമായി തകർന്നു. സുരക്ഷാവേലിയോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനത്തിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അമ്പലപ്പാറ വാണി വിലാസിനിയിൽ കുഴിച്ചിട്ട നിലയിൽ 500 ലിറ്റർ വാഷ് കണ്ടെത്തി. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ അമ്പലപ്പാറ സെക്കൻഡ് വില്ലേജ് വാണി വിലാസിനി തണ്ടറോഡ് പാടത്തിന്റെ വശത്തുകൂടി ഒഴുകുന്ന തോടിന് സമീപമാണ് കുഴിച്ചിട്ട നിലയിൽ വാഷ് കണ്ടെത്തിയത്. 500 ലിറ്റർ കൊള്ളുന്ന പ്ലാസ്റ്റിക് ബാരലിലാണ് ആളില്ലാത്ത നിലയിൽ വാഷ് സൂക്ഷിച്ചിരുന്നത്.
സാമ്പിൾ ശേഖരിച്ച ശേഷം ബാക്കി വാഷും ബാരലും സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു. റേഞ്ച് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെടുത്തത്. റെയ്ഡിൽ WCEOമാരായ സന്ധ്യ, രജനി എന്നിവർ പങ്കെടുത്തു. സംഭവത്തിൽ പ്രതികളെ പിടികൂടാനായിട്ടില്ല. പ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. ആൻറോഡ് തോടിന് സമീപം വരോട് മലയിൽ നിന്നും വരുന്ന എവിടെ താഴത്തേക്ക് കൊടുക്കാം മനക്കപ്പടി ഭാഗത്തേക്ക് പോകുന്ന തോടിൽ ആൻറോഡ് തോടിൻ്റെ കരയിൽ തൺറോഡ് തോടിൻ്റെ കരയിൽ വെച്ച് 500 ലിറ്റർ കൊള്ളുന്ന കറുപ്പ് സിൻഡെക്സ് ടാങ്കിൽ നിറയെ വാഷ് കുഴിച്ചിട്ട് നിലയിൽ കാണപ്പെട്ടത്. ഈ 1ഉം 2ഉം ഒഴിവിൻ്റെ ഒന്നാം തീയതി 2ആം തീയതി ഒഴിവിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്പെഷ്യൽ വാറ്റ് പോലെ തോന്നുന്നത്. കുറച്ച് കാലമായിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. സ്പെഷ്യൽ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ സാധനമാണ്. സാമ്പിൾ കഴിച്ച് ബാക്കി വാഷും മറ്റ് സിൻഡെക്സ് ടാങ്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചിട്ടുള്ളത്. കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അത് നശിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ കുഴിച്ചിട്ട നിലയിലാണ് കാണപ്പെട്ടത്. വാഷ് സൂക്ഷിച്ച് വെച്ചത് സുമാർ അന്വേഷണത്തിലാണ്. പഴയ ആൾക്കാരിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അന്വേഷണം നടത്തി വരുന്നുണ്ട്. കൂടുതൽ വൈകാതെ അതിൻ്റെ ആൾക്കാരെ കിട്ടുന്നതാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ട്രെയിനുകളിലൂടെയുള്ള കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നു. ദീർഘദൂര ട്രെയിനുകളിലാണ് കഞ്ചാവ് കടത്ത് വ്യാപകമാകുന്നത്. ഷൊർണൂരിൽ മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടിച്ചെടുത്തത് 50 കിലോയിലധികം കഞ്ചാവാണ്. പ്രതികൾ രക്ഷപ്പെടുന്നതാണ് പോലീസിനെ വലയ്ക്കുന്നത്. ട്രെയിനുകളിലൂടെയുള്ള കഞ്ചാവ് കടത്ത് സമീപ മാസങ്ങളിലായി വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഷൊർണൂരിൽ ഉൾപ്പെടെ പോലീസ് വലവിരിച്ച് കാത്തിരിപ്പുണ്ടെങ്കിലും പലപ്പോഴും പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ ഷൊർണൂരിൽ പിടിച്ചെടുത്തത് 50 കിലോയിലധികം കഞ്ചാവാണ്. അധികവും ദീർഘദൂര ട്രെയിനുകളിലാണ് കഞ്ചാവ് കടത്തുന്നത്. ചെന്നൈയിൽ നിന്നെത്തുന്ന ട്രെയിനുകളിലും നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിൽ നിന്നുമാണ് ഈ ആഴ്ച വിവിധ ദിവസങ്ങളിലായി 50 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത്. ജനറൽ കോച്ചിൻ്റെ സീറ്റിൻ്റെ അടിയിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരിക്കും കഞ്ചാവ്. റെയിൽവേ പോലീസ് പരിശോധന നടത്തി വരുമ്പോഴേക്കും കഞ്ചാവ് കൊണ്ടുവരുന്നവർ അവിടെ നിന്ന് മാറിയിട്ടുണ്ടാകും. ഇങ്ങനെ പ്രതികൾ രക്ഷപ്പെടുന്നതാണ് പോലീസിനെ വലയ്ക്കുന്നത്. കോച്ചുകളിൽ CCTV സംവിധാനം ഒരുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനാകും. CCTV സ്ഥാപിക്കുന്നതിലൂടെ കഞ്ചാവ് കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിയുമെന്ന് പോലീസ് വിലയിരുത്തുന്നു. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് ട്രെയിനിലൂടെയുള്ള കഞ്ചാവ് കടത്ത് തടയാൻ മികച്ച പരിശ്രമം നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണ് ഈ വർഷം പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ തോതെന്ന് SI അനിൽ മാത്യു പറഞ്ഞു. ഓരോ പരിശോധനയിലും കിലോ കണക്കിന് കഞ്ചാവാണ് പിടികൂടുന്നത്. ചുരുങ്ങിയ വിലയ്ക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കഞ്ചാവിൻ്റെ വില കേരളത്തിൽ 10 ഇരട്ടിയാണ്. കഞ്ചാവ് വിൽപ്പന നടത്തി വേഗത്തിൽ പണമുണ്ടാക്കുകയാണ് കഞ്ചാവ് കടത്തുകാരുടെ ലക്ഷ്യം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ സമയപരിധി മൂലം ഒരു ട്രെയിൻ പരിശോധിക്കുമ്പോൾ കുറച്ചു കോച്ചുകൾ മാത്രമാണ് പരിശോധിക്കാൻ കഴിയുക. ഷൊർണൂരിൽ പരിശോധന കർശനമായതോടെ കഞ്ചാവുമായി എത്തുന്നവർ പാലക്കാട്, ഒറ്റപ്പാലം എന്നീ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങി റോഡ് മാർഗം പോകുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ പിടികൂടാനും പോലീസ് വലവിരിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 10 കോടി രൂപ ചിലവിൽ 5 നിലകളിലായാണ് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നത്. പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ മത്സ്യ മാർക്കറ്റിന് സമീപത്താണ് പട്ടാമ്പി നഗരസഭയ്ക്ക് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നത്. 10 കോടി രൂപ ചെലവിലാണ് മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം. ബലപരിശോധന പൂർത്തിയാക്കിയതോടെ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ സമുച്ചയമാകും പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാകുന്നത്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗകര്യമായ ഫ്രണ്ട് ഓഫീസ്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി പരിപൂർണമായും ശീതീകരിച്ച ഒരു മുനിസിപ്പൽ ഓഫീസാണ് പട്ടാമ്പിയിൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. 8,97,00,000 രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ 49 പൈലിംഗ് ആണ് നടത്തേണ്ടത്. ഒരു പൈലിംഗ് ഏകദേശം 8 മീറ്റർ താഴ്ച വരും. ഇപ്പോൾ 15 പൈലിംഗ് ഇപ്പോൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2025 കൂടി
സാധാരണക്കാരായ ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഓരോ സെക്ഷനും പ്രത്യേകം ഓഫീസുകൾ കെട്ടിടത്തിൽ സജ്ജീകരിക്കും. ജനപ്രതിനിധികൾക്ക് പ്രത്യേക ക്യാബിനുകൾ, ശുചിമുറി, വിശ്രമ കേന്ദ്രം, ലിഫ്റ്റ്, പാർക്കിംഗ് എന്നിവ പുതിയ കെട്ടിടത്തിൽ സജ്ജമാകും. നിലവിലുള്ള നഗരസഭാ കെട്ടിടത്തിൽ സ്ഥലപരിമിതിയിലാണ് ഓഫീസും മറ്റും പ്രവർത്തിക്കുന്നത്. പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാവുന്നതോടെ പൊതുജനങ്ങൾക്കും നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും വലിയ സഹായകമാകും. പുതിയ റവന്യൂ ടവറും ഇതിന് സമീപത്താണ് നിർമ്മിക്കുന്നത്. ഇതും കൂടി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തിന്റെ മുഖച്ഛായ മാറുകയും പട്ടാമ്പി നഗരത്തിന്റെ ആസ്ഥാന കേന്ദ്രമായി മാറുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുന്നംകുളത്ത് കൂലി ചോദിച്ചതിന് ഹോട്ടലുടമ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി. കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന കഫേ അങ്ങാടി ഹോട്ടലിലെ ജീവനക്കാരാണ് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. ഹോട്ടലിലെ ജീവനക്കാരായ മങ്ങാട് സ്വദേശി 20 വയസ്സുള്ള അക്ഷയ്, തിരുത്തിക്കാട് സ്വദേശി 20 വയസ്സുള്ള ഹരിദേവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഹരിദേവിന് ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 12 മണി വരെ ജോലി ചെയ്യുന്നതിന് ദിവസം 600 രൂപയും അക്ഷയ്ക്ക് വൈകിട്ട് 7 മണി മുതൽ രാത്രി 1 മണി വരെ ജോലി ചെയ്യുന്നതിന് 300 രൂപയുമാണ് ദിവസക്കൂലി നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3 ആഴ്ച ജോലി ചെയ്ത കൂലി നൽകിയില്ലെന്ന് പറയുന്നു. ഈ കൂലി ചോദിക്കാനായി യുവാക്കൾ 9:30 കഫേ അങ്ങാടി ഹോട്ടലിൽ എത്തിയപ്പോഴാണ് സ്ഥാപന ഉടമയും സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചതെന്ന് ഇവർ പറഞ്ഞു. 3 വിളിച്ചിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. പറഞ്ഞിരുന്നത് ഓരോ തവണകൾ പറഞ്ഞിട്ട് അങ്ങനെ നീട്ടി പോയി. ഇപ്പോൾ ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഞങ്ങൾക്ക് ആളുടെ സിറ്റുവേഷൻ കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങളിന്ന് ഫണ്ടിന് ക്യാഷ് കിട്ടാൻ വേണ്ടി പോയതാണ്. അവിടെ വേറെ ആൾക്കാർ ആരെ വെച്ചിട്ട് ഞങ്ങളങ്ങനെ മർദ്ദിക്കാനുണ്ടായിരുന്നു. ഹെൽമറ്റ് കൊണ്ടുൾപ്പെടെയുള്ള മർദ്ദനത്തിൽ മുഖത്തും ചുണ്ടിനും പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്വച്ഛതാ ഹി സേവ ശുചിത്വ ക്യാമ്പയിനിന്റെ ഭാഗമായി ജനകീയ മാരത്തോൺ സംഘടിപ്പിച്ച പട്ടാമ്പി നഗരസഭ. മേലെ പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. നിരവധി പേർ മാരത്തോണിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ, മാലിന്യമുക്ത നവകേരളം, പകിട്ടോടെ പട്ടാമ്പി എന്ന ശുചിത്വ ക്യാമ്പയിനുകളുടെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പി ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച മാരത്തോണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നഗരത്തിലൂടെ ബസ് സ്റ്റാൻഡ് വരെ കൂട്ടയോട്ടം നടന്നു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര സംഘടനാ നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, നഗരസഭാ ജീവനക്കാർ, ഹരിതകർമ്മസേന, കുടുംബശ്രീ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ മാരത്തോണിൽ അണിനിരന്നു. നേരത്തെ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ TP ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് കുടുംബമേള നടന്നു. KSSPU പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി T. സത്യനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. അവരുടെയൊക്കെ തന്നെ കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് പിന്നെ PMനും അതുപോലെ ഒരുപാട് ആളുകളുണ്ട്, പേരിട്ട് പറയില്ല. അങ്ങനെയുള്ള കുറേ ആളുകളുടെ ഒരു സംഘടിതമായുള്ള ചില പ്രവർത്തനവും അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കുറഞ്ഞ തോതിലെങ്കിലും നമുക്ക് സാന്ത്വന പരിചരണ പ്രവർത്തന മേഖല ഇവിടെ കുറേയൊക്കെ വളർത്താൻ കഴിഞ്ഞത്. KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് കമലം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി EM ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ വെച്ച് 80 വയസ്സ് കഴിഞ്ഞവരെയും വിശിഷ്ട വ്യക്തികളെയും ആദരിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും നടന്നു.
കിടക്കണം. ദൂരെ ദൂരെ മിന്നി മിന്നിക്കൊണ്ടിരിക്കും നക്ഷത്ര ചങ്ങാതികളെ കണ്ണു തുറന്നു കാണണം. ആകാശം നിലാവിൽ തിളങ്ങുന്നൊരു രാവിൽ മുകളിലേക്ക് നോക്കി വെറുതെ കിടക്കണം. ആദരിക്കൽ സദസ്സ് KP സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് വിശിഷ്ട വ്യക്തിയായ സത്യൻ മാഷെ KSSPU ബ്ലോക്ക് സെക്രട്ടറി KM ഉണ്ണികൃഷ്ണൻ ആദരിച്ചു. 80 വയസ്സ് പിന്നിട്ട മുതിർന്ന അംഗങ്ങളായ N പത്മാവതി ടീച്ചർ, ചേക്കാമു മാസ്റ്റർ, സൈസുന്നീസ ബീഗം, K ബാലൻ, C ശാന്തകുമാരി എന്നിവരെയും ആദരിച്ചു. ഇവർക്കുള്ള ഉപഹാര സമർപ്പണം M രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, KM ഗംഗാധരൻ, AK അജിത ടീച്ചർ, M കമലം എന്നിവർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ICDS ഒറ്റപ്പാലം അഡീഷണൽ ബ്ലോക്ക് തല പോഷകാഹാരമേള വാണിയംകുളം പഞ്ചായത്ത് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പോഷകമാസാചരണത്തിന്റെ ഏറ്റവും പ്രത്യേകത നമ്മുടെ കേരള സമൂഹം അല്ലെങ്കിൽ പൊതുവായി നമ്മുടെ ആളുകൾ നേരത്തെ പട്ടിണിയുടെ ഒരു കാലം ഉണ്ടാകും. ആ കാലത്ത് നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ കുറവായി. പട്ടിണിയുടെ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ കുറവാകുകയും പട്ടിണിയൊക്കെ മാറി നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റത്തിന്റെ ഭാഗമായി നമ്മുടെ ഭക്ഷണ രീതിയിൽ വലിയ തോതിലുള്ള മാറ്റം സംഭവിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ CDPO PM ശ്രീജ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി AK വിനോദ്, ബയാന, പ്രത്യൂഷ കാനാത്ത്, M ഉമൈറ, CC ജിതിൻ, KV സുജിത് എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർമാർ ഒരുക്കിയ പോഷകാഹാരങ്ങളുടെ പ്രദർശനവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിജിത്ത് പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ ശുചിത്വയജ്ഞത്തിന്റെ ഭാഗമായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണങ്ങൾ തുടർന്നു വരികയാണ്. ഞായറാഴ്ച നടന്ന ശുചീകരണത്തിന് സേവാഭാരതി പ്രവർത്തകർ നേതൃത്വം നൽകി. ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിജിത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ 155ാമത്തെ ജന്മദിനമാണ് ഈ ഒക്ടോബർ 2-ാം തീയതി. ശുചിത്വ രാജ്യം എന്ന ഒരു വലിയ ആശയം നമ്മുടെ ഗാന്ധിജിയാണ് മുന്നോട്ട് വെച്ചത്. 2014 ഒക്ടോബർ 2-ന് ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് നടപ്പിലാക്കിയത്. രാജ്യത്തുടനീളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ജനങ്ങളത് ഏറ്റെടുത്തു. സ്റ്റേഷൻ മാസ്റ്റർ EK ബാബു, സത്യനാരായണൻ, മണികണ്ഠൻ തുടങ്ങിയവരും സംസാരിച്ചു. ഈ മാസം 17-നായിരുന്നു ശുചീകരണങ്ങൾ ആരംഭിച്ചത്. നിലവിൽ പട്ടാമ്പി, തൃത്താല മേഖലകളിലെ വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റ് അംഗങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടുകൂടി ശുചീകരണം കഴിഞ്ഞ ദിവസങ്ങളായി നടന്നു വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയുടെയും പട്ടിക്കാംതൊടി സ്മാരക ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ കഥകളി ആചാര്യൻ പട്ടിക്കാംതൊടി രാമുണ്ണി മേനോൻ ജയന്തി ആഘോഷവും പുരസ്കാര സമർപ്പണവും നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് നേരിട്ടുള്ളത് അയൽവാസിയായിരുന്നു മാത്രമല്ല, സത്യഭാമ ടീച്ചറും അതുപോലെ എൻ്റെ അമ്മയൊക്കെ ഒരു കുടുംബ ബന്ധം പോലെ ഷൊർണൂരിൽ താമസിച്ചിരുന്ന കാലഘട്ടം ഞാൻ നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തമൻ അദ്ദേഹവും കഥകളി രംഗത്ത് ഏറ്റവും അറിയപ്പെട്ടിട്ടുള്ള ഒരു കലാകാരനാണ്. ആശാനാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുക. ടീച്ചറും അതുപോലെ തന്നെ പ്രിൻസിപ്പളായിട്ടാണ് കലാമണ്ഡലത്തിൽ റിട്ടയർഡ്. പരിപാടിയിൽ ഡോക്ടർ PK മാധവൻ അധ്യക്ഷനായി. ഈ വർഷത്തെ പട്ടിക്കാംതൊടി പുരസ്കാരം നേടിയ കലാനിലയം ഗോപിക്കുള്ള പുരസ്കാരം അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA നിർവഹിച്ചു. മണ്ണൂർ രാജകുമാരനുണ്ണി, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, അപ്പുക്കുട്ടൻ സൊരലയം, ഡോക്ടർ സദനം ഹരികുമാർ, പ്രിൻസിപ്പൽ സദനം ഗോപാലകൃഷ്ണൻ, കലാനിലയം ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മണികണ്ഠചരിതം കഥകളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പത്തിരിപ്പാല മൗൺസിന ലൈഫ് സ്കിൽ മോറൽ സ്റ്റഡി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വെളിച്ചമാണ് തിരുദൂതർ എന്ന വിഷയത്തിൽ സൗഹൃദ സംഗമം നടത്തി. സൗഹൃദ സംഗമത്തിൽ GK എടത്തനാട്ടുകര മുഖ്യ പ്രഭാഷണം നടത്തി. മൗൺസിന ഗ്രൂപ്പ് CEO മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. മൗൺസിന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ്, ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ജുമാന ഹസീൻ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഷംസുദ്ദീൻ പത്തിരിപ്പാല, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു.
മൗണ്ട് സീന മാനേജർ കെ അബ്ദുൽ സലാം, ഇംഗ്ലീഷ് സ്കൂൾ അക്കാദമി കോർഡിനേറ്റർ റഫീഖ് എന്നിവർ പരിപാടി നിയന്ത്രിച്ചു. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ മദ്രസ ഹെഡ് റുഫൈൽ പ്രാർത്ഥന ചൊല്ലി. ലൈഫ് സ്കിൽ ഡയറക്ടർ അബ്ദുൾ അസീസ് കള്ളിയത്ത് സ്വാഗതവും മൗണ്ട് സീന പബ്ലിക് സ്കൂൾ മദ്രസ ഹെഡ് ഷമീർ മുഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മരുതൂർ വൈലീരിക്കാവ് ചെന്തോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ആയില്യമകം താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന നിവേദ്യ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. നാഗപൂജ, സർപ്പബലി വെച്ചോ നിവേദ്യം എന്നീ ചടങ്ങുകളോടെയാണ് മരുതൂർ വൈലീരിക്കാവ് ചെന്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കന്നിമാസത്തിലെ ആയില്യമകം മഹോത്സവം ആഘോഷിച്ചത്. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് ക്ഷേത്രമുറ്റത്ത് നടന്ന നിവേദ്യത്തിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് അടുപ്പിലേക്ക് ആദ്യ അഗ്നി പകർന്നു. ക്ഷേത്ര മേൽശാന്തി പുലശ്ശേരി മനക്കൽ ഗിരീശൻ നമ്പൂതിരിപ്പാട് നിവേദ്യ സമർപ്പണത്തിന് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ടാവണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. വൈലീരിക്കാവ് ദേവീക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേവിയെ ബാലാലയത്തിലേക്ക് പ്രതിഷ്ഠ ചെയ്ത് ക്ഷേത്രം പുനർനിർമ്മിക്കുകയാണ്. ഇന്ന് പൊങ്കാല നടക്കുകയാണ്. നിരവധി ഭക്തജനങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ പുതിയ ശ്രീകോവിൽ പണി കഴിച്ച് ദേവിയെ പുനഃപ്രതിഷ്ഠ നടത്തണമെന്നാണ് എല്ലാ ഭക്തജനങ്ങളുടെയും ആഗ്രഹം. വൈകുന്നേരം സർപ്പബലി, നിറമാല, ചുറ്റുവിളക്ക്, താലപ്പൊലി എന്നിവയുമുണ്ടായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ കാഞ്ഞിരമ്പാറ ബാവ ഉപ്പാപ്പയുടെ ഉറൂസ് മുബാറക്ക് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. PKM ബിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ തെരുവ് ജുമാ മസ്ജിദ് ഖത്തീബ് അബൂബക്കർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. KC മുഹമ്മദ് ഫൈസി അധ്യക്ഷനായി. PM യൂസഫ്, KSM ഷരീഫ്, K റഷീദ് മുസ്ലിയാർ, KM ഹനീഫ, KM അബ്ദുൽ ഹക്കീം, PA അയൂബ്, KM ഹമീദ്, ഹംസ ഹാജി, KM ഹസൻ എന്നിവർ സംസാരിച്ചു. ഭയങ്കരമായ ഒരു കുഷ്ഠരോഗം പിടിപെട്ടിരിക്കുന്നു. ആ കുഷ്ഠരോഗം എന്ന് പറയുന്നത് മാരകമായ രോഗമാണ്. ഞങ്ങൾ പല വൈദ്യന്മാരെ സമീപിച്ചു, ഹോസ്പിറ്റലിൽ പോയി പലവരെയും സമീപിച്ചിട്ട് ആ രോഗത്തിന് ശമനം കിട്ടുന്നില്ല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ മഹാനവറുകൾ ഓടിക്കല്ല ചെയ്തത്. കുറേ നേരം ഉണ്ടാതിരുന്നു കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക, അവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ആ രോഗമാണെന്ന് പോയിരിക്കുമെന്ന് പറഞ്ഞു. മൗലിദ് പാരായണം, പ്രാർത്ഥന, അന്നദാനം എന്നിവയുമുണ്ടായി. നിരവധി പേർ മഖാമിലെത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കടമ്പൂർ ശ്രീ പനയൂർ കാവിൽ മംഗല്യപൂജ നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പൂജ. 120ഓളം ഭക്തരാണ് ക്ഷേത്രത്തിൽ മംഗല്യപൂജ വഴിപാട് നടത്തിയത്. വർഷത്തിൽ ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിലാണ് ക്ഷേത്രത്തിൽ മംഗല്യപൂജ നടത്തപ്പെടുന്നത്. മംഗല്യപൂജ വഴിപാട് നടത്തി ഫലപ്രാപ്തി നേടിയവർ ഏറെയാണ്. മംഗല്യപൂജ നടത്തി മംഗല്യ സൗഭാഗ്യം നേടിയാൽ ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന വിശ്വാസത്തോടെ ഒട്ടേറെ ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നത്. മംഗല്യപൂജയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി മനക്കൽ വിഷ്ണു നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്തിരിപ്പാല മക്ക മസ്ജിദ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ വിരുന്നും കുടുംബസംഗമവും നടന്നു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് ബഷീർ ഹസൻ നബ്വി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷംസുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷനായി. ഷിഹാബ് പത്തിരിപ്പാല സ്വാഗതം പറഞ്ഞു. അബ്ദുൾ അസീസ് കള്ളിയത്ത്, അബ്ദുൾ ഗഫൂർ, വിനോദ് മാസ്റ്റർ, ഉദയകുമാർ, യൂസഫ് സിറ്റിസൺ, ശിവദാസൻ, ഹരിത, അനിത, മോഹൻദാസ്, വിൻസെന്റ്, ലീല ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു കാർഷികോത്സവമാണ്. അതായത് കള്ളക്കർക്കിടം കഴിഞ്ഞ് മാനം വെളുക്കുമ്പോൾ സമൃദ്ധിയുടെ അതുപോലെ തന്നെ വിളവെടുപ്പിൻ്റെ കാലത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ മലയാളികൾ ഒന്നിച്ചാഘോഷിച്ച ആഘോഷത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്നത്. ഓണത്തിന്
പൊന്നിൻ ചിങ്ങം എന്നും അതുപോലെ പൊന്നോണം എന്നും നമ്മൾ പറയാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇങ്ങനെ മാനം തെളിയുമ്പോഴാണ് കടലിലൂടെ മതസൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായി മക്ക മസ്ജിദ് സംഘടിപ്പിച്ച കൂട്ടായ്മ. വിവിധ ഇതര മതസ്ഥരിൽപ്പെട്ട 60ഓളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഷൊർണൂർ യൂണിറ്റ് യോഗം മഞ്ഞക്കാട് സ്രാമ്പിക്കൽ അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. പ്രസിഡന്റ് സ്രാമ്പിക്കൽ മണികണ്ഠൻ, സെക്രട്ടറി പത്മരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റിന്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. അകലൂർ വെസ്റ്റ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ 25ാം വാർഷികവും ഓണാഘോഷവും കുടുംബമേളയും വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് M മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഏത് കാര്യവും ചങ്കൂറ്റത്തോടെ ചെയ്യുന്ന കേരളത്തിലെ ഒരു സമുന്നത നേതാവാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി വി സുകുമാരൻ നായർ സാറ്. നിങ്ങൾക്കറിയാം, ഏത് കാര്യങ്ങളും ഇന്ന് നമ്മുടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഒരു ഇലക്ഷൻ വന്നോട്ടെ, വേറെ ഏത് കാര്യങ്ങൾ വന്നോട്ടെ, എന്താണ് ജനറൽ സെക്രട്ടറി പറയുന്നത് അത് ആലോചിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് നമുക്കുള്ളത്. രാവിലെ കരയോഗം പ്രസിഡന്റ് മുകുന്ദൻ നായർ പതാക ഉയർത്തിയതോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. പരിപാടിയിൽ കരയോഗം പ്രസിഡന്റ് മുകുന്ദൻ നായർ അധ്യക്ഷനായി. ശങ്കരനാരായണൻ, രാമചന്ദ്രൻ നായർ, ഉണ്ണികൃഷ്ണൻ, ശിവദാസൻ മാസ്റ്റർ, ശാന്തി ശങ്കരനാരായണൻ, രജിത ബാബു, അജിത രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കരയോഗം സെക്രട്ടറി മുരളീധരൻ സ്വാഗതവും കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. വളരെ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ സഹകരണ ബാങ്കും കൂടി നിന്നുകൊണ്ടാണ് അവരെ വളരെയേറെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് നല്ല കർഷകർക്കും മറ്റുള്ള ആളുകൾക്കും എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി നിർത്തിക്കൊണ്ട് നല്ല ഒരു മാതൃകാപരമായ പ്രവർത്തനം ഈ ബാങ്കിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് PN സത്യജിത്ത്, വാസു മാസ്റ്റർ, അപ്പുക്കുട്ടൻ, ശ്രീകുമാരൻ, ബാങ്ക് ഡയറക്ടർമാരായ FJ നജീബ്, സുരേഷ്, P പ്രമോദ്, ശശിധരൻ, അരവിന്ദാക്ഷൻ, NC രമണി, സതീഷ്, സുരേഷ്, സരിത, TR ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് AVM റസാഖ് സ്വാഗതവും ഓമന രാജൻ നന്ദിയും പറഞ്ഞു. യോഗത്തിൽ ബാങ്കിന്റെ ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സെക്രട്ടറി സ്മിത വാർഷിക പദ്ധതിയും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിജ്യം. പട്ടാമ്പി കുടുംബിനി സൂപ്പർ മാർക്കറ്റ് 20ാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ സമ്മാന പദ്ധതി നറുക്കെടുപ്പ് നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് റസാഖ് ശങ്കരമംഗലം നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ബിൽഡിങ്ങിലേക്ക് ചേഞ്ച് ചെയ്തത്. അതിനുശേഷം ഷൊർണൂറും ഓപ്പൺ ചെയ്തു. വളരെ നല്ല രീതിയിൽ കസ്റ്റമറിനെ ആകർഷിക്കുന്ന രീതിയിൽ വിലക്കുറവും നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലും കൊടുത്ത് ഉപഭോക്താക്കളെ കുടുംബിയിൽ എത്തിക്കുന്ന ഒരു വലിയ സ്വഭാവം തന്നെയാണ് കുടുംബിനി സൂപ്പർ മാർക്കറ്റിലുള്ള പാർട്ട്നേഴ്സ്. പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കമാൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, ജേകോം വൈസ് ചെയർമാൻ സുജീഷ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ്, ട്രഷറർ അബുലൈസ്, ശങ്കരമംഗലം സെക്രട്ടറി അൻസാർ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടേറിയറ്റ് അംഗം വീരാൻകുട്ടി ഹാജി, വ്യാപാരി യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂപ്, ദേവിക, മുരളീധരൻ തുടങ്ങി നിരവധി പ്രമുഖരും കുടുംബിനിയുടെ ഉപഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. മെയ് മാസം 24-ാം തീയതിയോടെ തുടങ്ങി ഓണം സീസൺ സെയിൽസ് അടക്കം ഉൾപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ ബ്രാൻഡഡ് ഫുള്ളി ഓട്ടോമേറ്റഡ് വാഷിംഗ് മെഷീൻ മുതൽ വീടുകളിൽ ഉപകാരപ്പെടുന്ന നിരവധി ഹോം അപ്ലയൻസുകൾ സമ്മാന പദ്ധതി നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിച്ചു. നാളിതുവരെയും കുടുംബിനി സൂപ്പർ മാർക്കറ്റിൽ വിശ്വാസമർപ്പിച്ച മുഴുവൻ ഉപഭോക്താക്കളോടും കുടുംബിനി മാനേജിംഗ് പാർട്ട്ണർമാരായ അബ്ദുൽ അക്ബർ, അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ കരീം, സീനിയർ സ്റ്റാഫ് അംഗങ്ങളായ മുഹമ്മദ് നിസാർ, സുരേഷ്, ഗഫൂർ, ബിന്ദു,
ഫായിസ് എന്നിവർ സ്ഥാപനത്തിന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു. തുടർന്ന് മികച്ച സേവനം നൽകി കസ്റ്റമേഴ്സ് നൽകിയ വിശ്വാസവും കാത്തുസൂക്ഷിക്കുമെന്നും അറിയിച്ചു. കമേഴ്ഷ്യൽ ന്യൂസ് STV. പ്രധാന വാർത്തകൾ വീണ്ടും. PV അൻവർ MLAയുടെ പാലക്കാട് അലനല്ലൂരിലെ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം. നാട്ടുകാരിൽ ചിലർ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ് ആക്രമിച്ചത് അൻവറിന്റെ പ്രതികരണം തേടുന്നതിനിടെ. ആക്രമണത്തിനു പിന്നിൽ തന്റെ അനുഭാവികളല്ലെന്ന് PV അൻവർ. ചിലർ ബോധപൂർവം പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്ന സംഘാടകരായ വ്യാപാരികൾ. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. അക്രമത്തെ അപലപിച്ച് KUWJ. തൃശൂരിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് തൃശൂർ തിരുവല്ല സ്വദേശികൾ. കേസിലെ 1-ാം പ്രതി തിരുവല്ല, ചങ്ങനാശ്ശേരി, ചേർത്തല സ്റ്റേഷനുകളിലായി 22 കേസുകളിലെ പ്രതിയെന്ന് പോലീസ്. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. കുന്നംകുളത്ത് കൂലി ചോദിച്ചതിന് ഹോട്ടൽ ഉടമ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി. ഹെൽമറ്റ് കൊണ്ടുൾപ്പെടെയുള്ള മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മർദ്ദനമേറ്റത് കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന കഫേ അങ്ങാടി ഹോട്ടലിലെ 2 ജീവനക്കാർക്ക്. ട്രെയിനുകളിലൂടെയുള്ള കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നു. വലവിരിച്ച് ഷൊർണൂർ റെയിൽവേ പോലീസ്. ഒരാഴ്ചക്കിടെ പിടിച്ചെടുത്തത് 50 കിലോയിലധികം കഞ്ചാവ്. കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെടുന്നത് പോലീസിന് തലവേദന. അമ്പലപ്പാറ പഞ്ചായത്തിലെ ചുനങ്ങാട് വാണി വിലാസിനിയിൽ 500 ലിറ്റർ വാഷ് തോട്ടുവക്കത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. പട്ടാമ്പിയിൽ പുതിയ മുനിസിപ്പൽ ഓഫീസ് കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത് 10 കോടി രൂപ ചിലവിൽ. കെട്ടിടത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.